എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പിയാണ്. മധുരം കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ബേക്കറിയിൽ നിന്നും ലഡു വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ നല്ല ഹെൽത്തിയായി തയ്യാറാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി 1.5 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഇടാം. ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. കടലമാവ് നന്നായി ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർക്കാം. പൊടി ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി വറുത്തെടുക്കാം. നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റവ ഇടാം. ഇത് ഓൾറെഡി വറുത്ത റവയാണ്, വറുക്കാത്ത റവയും ചേർക്കാം. ഇനി ഒന്നുകൂടി നന്നായി വറുത്തെടുക്കാം. റവ ചേർത്ത ശേഷം 2-3 മിനിറ്റ് വറുത്തെടുക്കണം. നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ചേർക്കാം. 1/2 കപ്പ് നെയ്യാണ് എടുത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ വറുത്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ലോ ഫ്ലെയിമിലിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. കടലമാവിന് ചെറുതായൊരു ഗോൾഡൻ കളർ വരണം. ഏകദേശം ഒരു 5-6 മിനിറ്റോളം മിക്സ് ചെയ്യേണ്ടി വരും. കടലമാവിന് ചെറിയൊരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. 1/2 കപ്പ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ചെറുതായി ചൂടാറിയ കൈകൾ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ നല്ല ചൂടുണ്ട്. ഇല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താലും മതി. കുറച്ച് ചൂടാറുന്നതിനെ മാറ്റി വയ്ക്കാം. അതിനുശേഷം പഞ്ചസാര പൊടിയും ചേർക്കാം. ചെറുതായി ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാരയും ചേർക്കാം. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. മാവിന് അത്യാവശ്യം ചൂടുണ്ടായിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് പഞ്ചസാര നന്നായി ഉരുകി കിട്ടുള്ളൂ. ലഡ്ഡു പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. മധുരമെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. മിക്സിയിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ലഡ്ഡുവാക്കി ഉരുട്ടിയെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇത് ബൗളിലേക്ക് ഇടാം. ഇപ്പോൾ ചൂടൊക്കെ കറക്റ്റായിട്ടുണ്ട്. നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ല ടൈറ്റായി ഉരുട്ടിയെടുക്കണം.
ഇപ്പോഴും മാവിന് ചൂടുണ്ട്, എന്നാൽ കൈ തൊടാൻ പറ്റുന്ന ചൂടേ ഉള്ളൂ. അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയായ ലഡുവിൻ്റെ റെസിപ്പിയാണ്. കിച്ചണിലെ കുറച്ച് ചേരുവകൾ മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വളരെ ടേസ്റ്റിയായ കടലമാവ് ലഡുവിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രുചി തന്നെയാണ്. 2 ആഴ്ചയോളം കേടുകൂടാതെ സൂക്ഷിക്കാം. അതുകൊണ്ട് കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കും നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.